മക്കളെ, നമ്മൾ ഇന്ന് നടന്ന 6ാം ക്ലാസ്സിൻ്റെ എക്സാമിന് ആൻസറാണ് നോക്കുന്നത്. ഹിന്ദി ക്വസ്റ്റ്യനിലെ ആൻസറാണ് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ കേട്ടോ. നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ആദ്യം തന്നെ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ്. ഗണ്ട് പഠേം और प्रश्नों के उत्तर लिखिए. आदित्य का घर स्कूल के पास है. इतना कि स्कूल से आती आवाज़ें उसके घर में सुनाई देती है. वह आराम से स्कूल जाने की तैयारी करता है. वह रोज समय पर स्कूल पहुंचता है. आदित्य रोटी और सब्जी का नाश्ता करता है. तब उसकी माँ दरवाजे पर खड़ी होती है. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആദിത്യ കാ ഘർ കഹാ ഹെ. നമ്മുടെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. ഈ പാരഗ്രാഫ് നോക്കിയിട്ടാണ് എഴുതേണ്ടത്. അതിന്റെ ആൻസർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. ആദിത്യ കാ ഘർ സ്കൂൾ കെ പാസ് ഹേ. അതാണ് അതിന്റെ ആൻസർ. അവിടെ തന്നിരിക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക്. സ്കൂൾ കെ പാസ് എന്താണ് അതിന് ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? സ്കൂൾ കെ പാസ്. ആദിത്യ കാ ഘർ സ്കൂൾ കെ പാസ്. ഇതാണ് കറക്റ്റ് കേട്ടോ. അടുത്തത് ആദിത്യ കൈസെ സ്കൂൾ ജാനെ കി തയ്യാറി കർത്താ ഹെ. തേസി സെ ആരാം സെ ചുപ്കെ സെ ജൽദി സെ. ഇനി നിങ്ങൾ പാരഗ്രാഫിലേക്ക് നോക്കുക. അപ്പൊ അവിടെ ഉണ്ടായിരിക്കും എന്റെ ആൻസർ. ആരാം സെ സ്കൂൾ ജാനേക്ക് തയ്യാറി കർത്തേ ഹെ അല്ലെ. എന്താണ് ആരാം. അപ്പൊ അതിന്റെ ആൻസർ എന്താണ് വരുന്നത്? ആരാം സെ. ആരാം സെ. അടുത്തത് ആദിത്യ നാശ്തേ മേ ക്യാ ഖാത്താ ഹെ. ഇഡ്ഡലി और सांबार, പൊറാട്ട और ഭുജിയ, റൊട്ടി और സബ്ജി, അപ്പം और കറി. എന്താണ് ഇവിടെ നമ്മുടെ ഈ പാരഗ്രാഫിലുണ്ട് സ്കൂൾ പहुंचता है ആദിത്യ റോട്ടി और സബ്ജി അല്ലെ. എന്താണ് പാരഗ്രാഫിലുള്ളത്? റോട്ടി और സബ്ജി. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? റോട്ടി और സബ്ജി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദർവാസെ पर कौन खड़ी होती है. നമ്മുടെ പാരഗ്രാഫിലേക്ക് നോക്കുക. ഉസ്കി മാം ദർവാസെ പർ ഖടി ഹോത്തി ഹെ. ആരാണ്? മാം. എന്താണ് എന്റെ ആൻസർ? മാം. ഓക്കെ. ഇനി അടുത്ത ആക്ടിവിറ്റി അല്ല, ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുണ്ട്. സഹി പ്രസ്താവ് ചുൻകറിലേക്ക്. ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദിത്യ റോസ് സമയ പർ സ്കൂൾ നഹീ പഹുച്താ ഹെ. കൃത്യസമയത്ത് ആദിത്യ സ്കൂളിൽ എത്താറില്ല. ശരിയല്ല അല്ലെ. ആദിത്യ റോസ് സമയ പർ സ്കൂൾ പहुंचता है. ശരിയാണ്. നമ്മുടെ പാരഗ്രാഫിലുണ്ട് ആദിത്യ സമയ പർ സ്കൂൾ പहुंचता है. നമ്മൾ വായിച്ചതാണല്ലേ നേരത്തെ. റോസ് സമയ പർ സ്കൂൾ പहुंचता है. നിത്യവും സമയത്തിനാണ് അവന് സ്കൂളിൽ എത്തുന്നു. ആദിത്യ കഭി കഭി സമയ പർ സ്കൂൾ പहुंचता है. ആദിത്യ കഭി കഭി സമയ പർ സ്കൂൾ നഹീ പहुंचता है. അതൊന്നല്ല അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ആദിത്യ റോസ് സമയ പർ സ്കൂൾ പहुंचता है എന്നാണ് അല്ലെ. ഇനി അടുത്തത് നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ്. ഇൻസാനിയത്ത് കി മിസാൽ എന്ന പാഠഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ബദ്രിനാഥ് ഉത്തരാഖണ്ഡ് കെ 18 മീൽ സെ फंसे लोगों की जान बचाने का काम खत्म हो चुका है. कई लोगों ने अपनी जान हथेली पर रखकर यह काम किया. उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. उत्तराखंड में कौन सी പ്രാകൃതിക ദുർഘടന हुई. ഉത്തരാഖണ്ഡിലുണ്ടായ പ്രാകൃതിക ദുർഘടന എന്തായിരുന്നു? എന്ത് സംഭവമാണ് അവിടെ ഉണ്ടായത്? സൈലാബില്. എന്താ സൈലാബ് പറഞ്ഞാല്? വെള്ളപ്പൊക്കം. സൈലാബാണ് അവിടെ ഉണ്ടായത്. അതിന്റെ ആൻസർ എന്താണ്? സൈലാബ്. പ്രകൃതി കാ സംരക്ഷൺ ഹമാരാ കർത്തവ്യ ഹേ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരേ. അപ്പൊ നിങ്ങൾക്ക് പോസ്റ്റർ എഴുതാനുള്ള പോസ്റ്റർ വചനം ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. പ്രകൃതി കാ സംരക്ഷൺ ഹമാരാ കർത്തവ്യ ഹേ. അത് ആ സെന്റൻസ് നിങ്ങൾ എഴുതാം. അതായത് ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ ഒരു ബോക്സ് വരയ്ക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ബോക്സ് വരയ്ക്കുക. നന്നായിട്ട് വരയ്ക്കട്ടോ. അതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ കറക്റ്റായിട്ടൊന്നും വരില്ല. അങ്ങനെ ബോക്സ് വരച്ചിട്ട് ഒരു പിക്ചർ വരയ്ക്കുക. മരത്തിൻ്റെ എന്തെങ്കിലും ഒരു പിക്ചർ നിങ്ങളവിടെ വരച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ആ പോസ്റ്റർ വചനം ഉണ്ടല്ലോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ പോസ്റ്റർ വചനം എഴുതാം. ഓക്കെ. ഇനി അടുത്തത് मुरझाया फूल कविता का यह अंश पढ़े और प्रश्नों के उत्तर लिखे. മുർജായ ഫൂൽ എന്ന കവിതയിലെ ഈ ഭാഗം വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞത്.
गुजरो अगर पास से इसके इसे चोट पहुंचाना मत, जीवन की अंतिम घड़ियों में देखो इसे रुलाना मत। दुख देना का സമാന ആശയവാലി ശബ്ദ കവിതാംശത്തെ ചുൻകർ ലിഖേം. ദുഃഖം എന്നതിന്റെ ഹസാന, ഹസാന ചിരിപ്പിക്കുക, ബഗാന അല്ല രുലാന, ഗിലാന, രുലാനാണ് അല്ലെ, രുലാനാണ് അതിന് ശരിയായിട്ടുള്ള ആൻസർ. ദുഃഖ് ദേന എന്നതിന്റെ ശരിയായ ആശയം വരുന്ന സമാന പദം ഏതാണ്? രുലാന. ദുഃഖം, അതുപോലെ തന്നെ രുലാന പറഞ്ഞാൽ കരയുക, കരയിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് ദുഃഖ് ദേന. ദുഃഖം നൽകുക, രുലാന പറഞ്ഞാൽ കരയിപ്പിക്കുക. രണ്ടും ഒരേ മീനിങ് ആണ് വരുന്നത്. ഇൻമേം സേ ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഇതിൽ ശരിയായിട്ടുള്ള ഏതാണെന്ന് നോക്കിയിട്ട് രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞത്. രണ്ടെണ്ണം ഇതിൽ ശരിയുണ്ട്, അതാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത് കേട്ടോ. മുർജായെ ഹുയെ ഫൂലുക്കോ ചോട്ട് നഹി പൗഞ്ചാനി ഹേ. വാടി വീഴാനിരിക്കുന്ന പൂവിനെ മുറിവേൽപ്പിക്കരുത്. അത് ശരിയാണ് അല്ലെ. മുർജായ ഹുയെ ഫൂലുക്കോ ചോട്ട് പഹുഞ്ചാനി ഹേ. മുറിവേൽപ്പിക്കണം എന്നാണ് പറഞ്ഞത്, ശരിയല്ല. മുർജായ ഹുയെ ഫൂലുക്കോ രുലാന ഹേ. അത് മുർജായ ഫൂലിന് എന്ത് ചെയ്യണം? കരയിപ്പിക്കണം. ശരിയാണോ? അല്ല. മുർജായ ഹുയെ ഫൂലുക്കോ രുലാന നഹി ഹേ, കരയിപ്പിക്കരുത്. രണ്ടെണ്ണം ശരി നമുക്ക് കിട്ടി. ഫസ്റ്റും ലാസ്റ്റും ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് നോക്കാം. अगर आप मुरझाए हुए फूल के पास से गुजरे तो उसे ചോട്ട് नहीं पहुंचाना है. ഈ ആശയം വരുന്ന വരി കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഇവിടെ കുറച്ച് പംക്തികൾ, കുറച്ച് ലൈനുകൾ, 4 ലൈനുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഈ ആശയം വരുന്ന വരി ഏതാണോ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അഗർ ആപ്പ് മുർജായെ ഹുയെ ഫൂൽ കെ പാസ് സെ ഗുസരെ തോ ഉസേ ചോട്ട് നഹി പൗഞ്ചാന. ഒരു പക്ഷേ നിങ്ങൾ വാടിയ പൂവിനടുത്തുകൂടെ നടന്നു പോവുകയാണെങ്കിൽ അതിനെ ചവിട്ടി മുറിവേൽപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്. ഗുസരെ അഗർ പാസസെ ഇസ്കെ ഇസേ ചോട്ട് പഹുഞ്ചാന മത്ത്. ഈ ഫസ്റ്റ് 2 വരിയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് 2 വരിയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കാം. 4ാമത്തെ ആക്ടിവിറ്റി ആണ് ചോട്ടാ ബായി. ദോ ബായി എന്ന കഹാനിയിൽ നിന്നാണ് തന്നിരിക്കുന്നത്. ചോട്ടാ ബായി ഗലിഹാൻ पर ही रुका रहा. वह सोचने लगा बाई की शादी हो गई है, उनका परिवार है, इसलिए उन्हें ज्यादा गेहूं की जरूरत होगी. यह सोचकर उसने अपने टेर से कई टोकरी लेकर बड़े बाई वाले टेर में मिला दी. छोटा बाई कहाँ रुका रहा. ചെറിയ സഹോദരൻ എവിടെ നിൽക്കുകയായിരുന്നു? എവിടെയാണ്? ചോട്ടാ ബായി ഗലിഹാൻ പർ രുക്കാ രഹാ അല്ലെ. എവിടെയാണ്? ഗലിഹാൻ പർ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഗലിഹാൻ പർ എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സങ്കേതോं की सहायता से छोटे भाई के विचारों को डायरी के रूप में लिखो. ഈ താഴെ നിങ്ങൾക്ക് അതിന്റെ പോയിന്റ് തന്നിട്ടുണ്ട് എഴുതാനുള്ള. ചോട്ടെ ബായിയുടെ ചിന്ത, ആ ചോട്ടെ ബായി എന്തൊക്കെയാണ് ചിന്തിച്ചത് എന്ന കാര്യം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഡയറി എഴുതണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ഒരു ബോക്സ് വരയ്ക്കണം. ആ ബോക്സിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നിങ്ങൾ ഒരു ബോക്സ് ഇങ്ങനെ വരയ്ക്കുക. ബോക്സ് വരച്ചിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഡയറി എന്ന് എഴുതണം. ആരുടെ ഡയറിയാണ്? അങ്ങനെ വരച്ചിട്ട് നിങ്ങൾ ചോട്ടെ ബായി, സങ്കേതമൊക്കെ ചോട്ടെ ബായിന്റെ ഡയറിയാണ് അല്ലേ. അപ്പോൾ ചോട്ടെ ബായിക്ക ഡയറി എന്ന് എഴുതുക, അല്ലെങ്കിൽ വെറും ഡയറി എന്ന് എഴുതുക. ഇവിടേക്ക് ഇങ്ങനെ ഡയറി എന്ന് എഴുതുക. ഡയറി എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഡയറി എഴുതി തുടങ്ങുക. എങ്ങനെയാണ് ഡയറി എഴുതുക? ഇതിൽ തന്നിരിക്കുന്ന സെന്റൻസ് ഓർഡർ ആയിട്ട് എഴുതുക. ബഡേ ഭായി की शादी हो गई है, उनका परिवार है, आज मैं बहुत खुश हूँ, आज मैंने बड़े भाई के साथ गेहूं की फसल काटी, मैंने गेहूं की कई टोकरी उसे दे दी. അപ്പൊ ഫസ്റ്റ് എന്താ എഴുതാ? ആജ് ഇത് എഴുതാട്ടോ. ഫസ്റ്റ് തന്നെ അത് എഴുതാം, ഒന്നാമത് എഴുതേണ്ടത്. ആജ് മേ ബഹുത്ത് ഖുഷ് ഹൂം. ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. എന്താണ് സന്തോഷവാനാവാനുള്ള കാരണം? मैंने बड़े भाई के साथ गेहूं की फसल കാട്ടി. രണ്ടാമതായി എഴുതേണ്ടത് ഈ സെന്റൻസ് ആണ് കേട്ടോ. എന്താണ്? ഇന്ന് ഞാൻ എൻ്റെ ചേട്ടന്റെ കൂടെ ഗോതമ്പ് കൃഷി വിളവെടുത്തു. അതാണ് സന്തോഷമുള്ള കാര്യം അല്ലെ. ആജ് मैंने बड़े भाई के साथ गेहूं की फसल काटी. बड़े भाई की शादी हो गई है, उनका परिवार है. സഹോദരന്റെ വിവാഹം കഴിഞ്ഞതാണ്, അദ്ദേഹത്തിന് കുടുംബമുണ്ട്. മൂന്നാമത്തെ സെന്റൻസ് ഇതാണ് എഴുതേണ്ടത്. പരിവാർ ഹേ. മേനെ ഗേഹൂം കി കൈ ടോക്കരി ഉസേ ദേ ദി. ഞാൻ ഗോതമ്പിൽ നിന്നും ഒരു കൈ ടോക്കരി, പല കൊട്ടകൾ, ഒരുപാട് കുട്ട നിറയെ ഞാൻ എൻ്റെ ചേട്ടന് നൽകി. നാലാമത്തായിട്ട് ഈ സെന്റൻസ് എഴുതാം. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ ഓർഡർ ആയിട്ട് എഴുതാം. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സെന്റൻസ് കൂട്ടിച്ചേർക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ കൂട്ടിച്ചേർത്തിട്ട് എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതല്ലാതെ ഈ 4 സെന്റൻസ് ഓർഡർ ആയിട്ട് എഴുതിയാലും മതി. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? നന്ന ഉല്ലു കഹാനി കാ യഹ് അംശ് പഠേ और प्रश्नों के उत्तर लिखे. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നന്ന ഉല്ലു കഹാനിയിലെ തന്നിരിക്കുന്ന ഭാഗം വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. നന്ന ഉല്ലു ഉടുക്കർ കഹാം ആ പഹുഞ്ച. നമുക്കത് വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് അഗലി രാത് ഉന്നെ നല്ല ഉല്ലുലെ സമുദ്ര की लहरों की आवाज सुनी, समुद्र में कितनी लहरें हैं, उसने अम्मा से पूछा, बहुत सी। अम्मा बोली, कितनी? नन्हे उल्लू ने फिर पूछा, जाओ जाकर गिन लो। अम्मा ने जवाब दिया, नन्हा उल्लू उड़कर समुद्र के किनारे आ पहुंचा. അപ്പൊ എന്താണ്? നന്ന ഉല്ലു ഉടുക്കർ കഹാം ആ പഹുഞ്ച. കിട്ടിയോ? നിങ്ങൾക്ക് പാരഗ്രാഫ് വായിച്ചപ്പോ കിട്ടിയില്ലേ? എവിടെയാണ്? നന്ന ഉല്ലു ഉടുക്കർ സമുദ്രക്കെ കിനാരെ ആ പഹുഞ്ച അല്ലെ? അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അമ്മ ഉല്ലു और നന്ന ഉല്ലു के बीच की बातचीत तैयार करें. അമ്മ ഉല്ലുവും നന്ന ഉല്ലുവും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. നന്ന ഉല്ലു, അമ്മ ഏക്ക് ബാത്ത് പൂച്ചും. അമ്മ എനിക്കൊരു കാര്യം ചോദിക്കണം. പൂച്ചോ, ചോദിക്കൂ. അമ്മേനോട് പറയാണ് ഞാനൊരു കാര്യം ചോദിക്കാണ്. അമ്മ പറയുന്നു ചോദിക്കൂ. നന്ന ഉല്ലു, അപ്പൊ എന്താണ് ചോദിക്കുന്നത്? നമുക്ക് പാരഗ്രാഫിൽ നിന്ന് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. നന്ന ഉല്ലു എന്താ ചോദിക്കുന്നത്? സമുദ്രമേ കിത്തനി ലഹരേ ഹേ. ഇതാണ് നന്ന ഉല്ലു ചോദിക്കണ കാര്യം. സമുദ്രമേ കിത്തനി ലഹരേ ഹേ എന്ന് നന്ന ഉല്ലു ചോദിച്ചു. അത് നമ്മൾ ഇവിടേക്ക് എഴുതാം. സമുദ്രമേ കിത്തനി ലഹരേ ഹേ എന്ന് എന്ത് ചെയ്യാ? ഈ സെന്റൻസ് എന്ത് ചെയ്യാ? ഈ സെന്റൻസിനെ നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇവിടേക്ക് മൂന്നാമതായിട്ട് ഇവിടെ എഴുതാം. ഓക്കെ, നന്ന ഉല്ലു എന്ന് എഴുതിയിട്ട് സമുദ്രമേ കിത്തനി ലഹരേ ഹേ. അടുത്തത് അമ്മ ഉല്ലു. അമ്മ ഉല്ലു എന്താ പറയണത്? ബഹുത്ത് സി. ബഹുത്ത് സി അമ്മ ഉല്ലു പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ഇവിടേക്ക് എഴുതി. അമ്മ ഉല്ലു ബഹുത്ത് സി. നന്ന ഉല്ലു. നന്ന ഉല്ലു വീണ്ടും ചോദിച്ചു. നന്ന ഉല്ലു വീണ്ടും ചോദിക്കുകയാണ് കിത്തനി. അപ്പൊ ആ കിത്തനി എന്നുള്ളത് നമ്മള് അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതി. കിത്തനി എന്ന അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതി. അപ്പൊ അമ്മ ഉല്ലു എന്താ പറയുന്നത്? ജാവോ ജാക്കർ ഗിൻ ലോ. അമ്മ ഉല്ലു എന്താ പറഞ്ഞത്? ജാവോ ജാക്കർ ഗിൻ ലോ. എല്ലാ കാര്യവും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് ഒന്ന് നോക്കിയതാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാർത്താലാപമാണ് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റത്തെ സെന്റൻസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് 6ാമത്തെ ആക്ടിവിറ്റി ആണ്. ചിത്രം के आधार पर प्रश्नों के उत्तर लिखिए. ഈ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? താഴെ തന്നിരിക്കുന്ന ആധാർ പർ പ്രശ്നമൊക്കെ താഴെയുള്ള ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ചിത്രം के आधार पर वाक्यों को क्रम से लिखिए. ആദ്യം തന്നെയുള്ള ചോദ്യം ഈ തന്നിരിക്കുന്ന സെന്റൻസിനെ ക്രമത്തിൽ എഴുതാൻ, ഓർഡർ ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രകഥാക്ക് ലിയെ ഉചിത ശീർഷകത. ഈ ചിത്രകഥയ്ക്ക് ഉചിതമായിട്ടുള്ള ഒരു പേര് നൽകാനാണ്, ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ നമുക്ക് ഓർഡർ ആക്കാം. ബൂഠ ആദ്മി പാനി പീത്താ ഹെ. ബൂഠ ആദ്മി പാനി പീത്താ ഹെ പറഞ്ഞാല് വൃദ്ധനായ ആ മനുഷ്യൻ, വൃദ്ധനായിട്ടുള്ള ആ വ്യക്തി എന്ത് ചെയ്യുന്നു? വെള്ളം കുടിക്കുന്നു. അപ്പൊ വെള്ളം കുടിക്കുന്നത് ഇതല്ലേ? ഇത് 4ാമത്തെ സെന്റൻസ് ആണ് വരുന്നത് അല്ലേ? ഇവിടെ ഈ ഫസ്റ്റിലുള്ളത് എന്താണ്? ഇത് 4ാമത്തെയാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ 4ാമതാണ് എഴുതി കൊടുക്കേണ്ടത്. പിന്നെ ബൂഢ ആദ്മി ദക്കാ ഹുവാ ബൈഠാ ഹെ. ബൂഢ ആദ്മി ക്ഷീണിച്ചിരിക്കുകയാണ്. ഇതാ 1ാമതാണ് അത് വരുന്നത്, ക്ഷീണിച്ചിരിക്കണത് അല്ലേ? ക്ഷീണിച്ചിരിക്കുന്നു. ബൂഢ ആദ്മി ദക്കാ ഹുവാ ബൈഠാ ഹെ. ബൂഢ ആദ്മി പൗധേ കെ പാനി ദേത്താ ഹെ. 1ാമതാണ് ഈ സെന്റൻസ് നമ്മൾ എഴുതാം. പിന്നെന്താണ്? ബൂട്ട ആദ്മി പൗധേക്കോ പാനി ദേത്താ ഹെ. ബൂട്ട ആദ്മി ഈ പൗധ പറഞ്ഞ ചെടി, ചെടിക്ക് വെള്ളം നൽകുന്നു. ചെടിക്ക് വെള്ളം നൽകുന്ന പിക്ചർ ഇതാണ് അല്ലേ? അത് ബൂട്ട ആദ്മി പൗധേക്കോ പാനി ദേത്താ ഹെ എന്നത് മൂന്നാമതാണ് ഈ പിക്ചർ വരുന്നത്. 1, 2, 3ാമതാണ് അല്ലേ? 3ാമതാണ് വരുന്നത്. ഇത് മൂന്നാമത് എഴുതാം. ഇനി അടുത്തത് ലഡ്കി പാനി കി ബോത്തൽ ബൂട്ടെ ആദ്മി കോ ദേത്തി ഹെ. അതാ ബൂട്ടെ ആദ്മിക്ക് വെള്ളത്തിന്റെ ബോട്ടിൽ നൽകുന്നത് 2ാമതാണ് വരുന്നത്. അപ്പൊ അത് 2. ഓക്കെ, അപ്പൊ ഓർഡർ ആയിട്ട് എങ്ങനെ വരും? ബൂട്ട ആദ്മി ദക്കാ ഹുവാ ബൈഠാ ഹെ എന്നുള്ളത് 1ാമതായിട്ട് എഴുതാം. ബൂട്ട ആദ്മി ദക്കാ ഹുവാ ബൈഠാ ഹെ 1ാമത്. പിന്നെ 2ാമത്തത് എഴുതേണ്ടത് ലഡ്കി പാനിക്ക് ബോത്തൽ ബൂട്ടി ആദ്മിക്കോ ദേത്തി ഹെ. 2ാമത് എഴുതേണ്ടതാണ് കേട്ടോ. 2ാമത് എഴുതേണ്ടത് അതാ ലഡ്കി പാനിക്ക് ബോത്തൽ
देती है രണ്ടാമത്. ഇനി മൂന്നാമത്തതോ ബുട്ട് ആദ്മി പൗധേക്കോ പാനി ദേത്താ ഹെ പൗധേ കോ പാനി ദേത്താ ഹെ ദാ മൂന്നാമത് എഴുതേണ്ടത് ഈ സെന്റൻസ് ആണ്. മൂന്നാമത് എഴുതേണ്ടത് ഈ സെന്റൻസ് ആണ്. ഇനി നാലാമത് എഴുതേണ്ടതോ ഫസ്റ്റിലെ സെന്റൻസ്. നാലാമത് എഴുതേണ്ടത് ഫസ്റ്റിലെ സെന്റൻസ് ബുട്ട് ആദ്മി പാനി പീത്താ ഹെ ഇതാണ് എഴുതേണ്ടത്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിന് ശീർഷകം നൽകാം. ഇതിന് എന്താണ് നമുക്ക് ഇതിന് പേര് നൽകുക? ബൂട്ട ആത്മി എന്ന് കൊടുക്കുക, പൗധ എന്ന് കൊടുക്കുക, ലടുക്കി കൊടുക്കുക അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഒരു യോജിക്കുന്ന ഒരു പേര് നിങ്ങൾ നൽകുക. ഓക്കെ. അപ്പൊ അത്രയാണ് നമ്മുടെ ഇന്നത്തെ എക്സാമിലെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻ ആണുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വന്നിട്ടുള്ളൂ. പോരാത്തതിന് നിങ്ങൾക്ക് ഇതിൽ തന്നെ സൂചനകൾ ഉള്ളതുകൊണ്ട് തന്നെ എഴുതാനും വളരെ സിമ്പിളാണ്. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എല്ലാവരും നന്നായിട്ട് എഴുതി നല്ല മാർക്ക് വാങ്ങുമല്ലോ.